പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് യു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് എന്നെ ഏറെ ചിന്തിപ്പിച്ച വചനം അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. മണവാളൻ ക്രിസ്തു. അടുത്തുനിന്ന് ക്രിസ്തുവിനെ ശ്രവിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹിതരായ നമ്മൾക്ക് വളരെ സന്തോഷം ലഭിക്കുന്നു. നമ്മൾ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇതാണ് യഥാർത്ഥ ക്രിസ്തു മനോഭാവം. അവൻ വളരുകയും ക്രിസ്തു മനോഭാവം നമ്മളിൽ വളരുകയും നമ്മുടെ സ്വാർത്ഥ മനോഭാവം കുറയുകയും വേണം. അപ്പോൾ നമ്മൾ യഥാർത്ഥ സന്തോഷം അനുഭവിക്കും. ക്രിസ്തു ജീവിതകാലം മുഴുവൻ റിജക്ഷൻസ് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ക്രിസ്തു സ്വന്തം ശിഷ്യന്മാർ വരെ ഇട്ടിട്ട് ഓടിപ്പോയി. പുൽക്കൂട്ടിലാണ് ജനിച്ചത്. അങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരു ജീവിതം. അവസാനം ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചതിന് കുരിശിലേറ്റി മരിക്കുന്നു. ഏറ്റവും പ്രിയ ശിഷ്യൻ പത്രോസ് പോലും തള്ളിപ്പറയുന്നു. സ്വന്തം ശിഷ്യൻ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു. ക്രിസ്തു ഒന്നും പറയുന്നില്ല. ക്രിസ്തു പ്രതികരിക്കുന്നില്ല. ക്രിസ്തു വ്യാകുലപ്പെടുന്നില്ല. അപ്പം അതാണ് ക്രിസ്തു മനോഭാവം. നമ്മൾ ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ മുഴുകി നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിച്ച് സ്നേഹിച്ച് ജീവിക്കുവാനാണ് ക്രിസ്തു മനോഭാവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിനെയൊക്കെ എനിക്കറിയാം. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുള്ളിക്ക് പ്രായം കൂടിക്കൂടി വരുന്നു. മക്കളൊക്കെ നല്ല നിലയിൽ അവിടെയും ഓരോ രാജ്യങ്ങളിലൊക്കെയാണ്. ഭാര്യ കൂടെയുണ്ട്. രണ്ടുപേർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഒരു വലിയ സങ്കട മനോഭാവത്തിലാണ്. പുള്ളി എല്ലാവർക്കും വളരെയധികം ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. പക്ഷേ ഈ സഹോദരൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എപ്പോഴും ഒരു വിലാപത്തിൻ്റെ ഒരു മോഡിലാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതാണ് അയാൾ എന്നോട് ഇങ്ങനെയാണ് ചെയ്തത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ, ഇപ്പം എൻ്റെ ഒരു കാര്യം വന്നപ്പോൾ ആരും ഇല്ലാണ്ടായില്ലേ, ഞാനിപ്പോൾ അനാഥനായില്ലേ, മക്കളൊക്കെ അവിടെ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അവരും എന്നെ കൈവിട്ടു എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറയും, ഈ ചെയ്ത നന്മകളുടെ ഫലം എന്തിനാ കളയുന്നത്?
ഇല്ലേ? അപ്പോൾ അവിടെ ഒരു ക്രിസ്തു മനോഭാവത്തിൻ്റെ കുറവാണ്. അത് നല്ലൊരു മനുഷ്യൻ, പക്ഷെ മാനുഷിക മനോഭാവങ്ങളാണ്. ഞാൻ അങ്ങോട്ട് നന്മ ചെയ്യുന്നു, തിരിച്ചും എനിക്ക് നന്മ ലഭിക്കണം. ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നു, തിരിച്ചും എനിക്ക് സ്നേഹം ലഭിക്കണം. അത് ലഭിച്ചില്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാകുന്നു. അതേസമയം യഥാർത്ഥ ക്രിസ്തു മനോഭാവത്തിൽ നിലനിൽക്കുന്നവൻ, ക്രിസ്തു മനോഭാവം അവനിൽ വളർന്ന് പന്തലിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ അവനോട് ചെയ്താലും അവൻ അമിതമായി സന്തോഷിക്കുകയോ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ മനോഭാവങ്ങൾ ഇപ്രകാരമുള്ളവയാണ്. നമ്മുടെ സന്തോഷം മറ്റുള്ള മനുഷ്യരിൽ നിന്നല്ല വരുന്നത്, നമ്മുടെ സന്തോഷം ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത് എന്ന പൂർണ്ണ ബോധ്യം, ക്രിസ്തുവിനെ മണവാളനായി കണ്ട് അവൻ്റെ വാക്കുകൾ ശ്രവിച്ച് അത് ജീവിതത്തിൽ പകർത്തി, കർത്താവേ, എൻ്റെ സന്തോഷം അങ്ങയിൽ നിന്ന് വരുന്നു, അങ്ങയിൽ മാത്രം നിന്ന് വരുന്നു എന്ന മനോഭാവത്തിൽ നമ്മുടെ ജീവിതം കർത്താവിന് പൂർണ്ണമായി ഭരമേൽപ്പിച്ചുകൊണ്ട് യാതൊരുവിധ ഭാരങ്ങളുമില്ലാതെ ജീവിക്കുവാനുള്ള സൗഭാഗ്യത്തിലേക്കാണ് ക്രിസ്തു അനുയായികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്. ആമേൻ.